വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നതിനോടൊപ്പം ചില ഡ്രിങ്ക്സ് നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് മൂലം വണ്ണം കുറയ്ക്കാൻ നമുക്ക് വളരെയധികം പെട്ടെന്ന് സാധിക്കുന്നതാണ്. ഇങ്ങനെ വണ്ണം കുറയ്ക്കുവാൻ സാധിക്കുന്ന ചില ഡ്രിങ്ക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ഓളം ഡ്രിങ്ക്സിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഇത് വണ്ണം കുറയ്ക്കുവാൻ മാത്രമല്ല, നമ്മുടെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യുവാനും ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുവാനും നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുവാനും ഒക്കെ ഈ ഡ്രിങ്ക്സിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഫസ്റ്റ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഏതാണെന്ന് നോക്കാം. യൂഷ്വലി നമ്മൾ ചിയാ സീഡ് നമ്മൾ ഒരു സ്പൂണ് വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കാറുണ്ട്. സോ ഇതിന് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ചിയാ സീഡ് തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡും അതുപോലെ തന്നെ ഒരു ഹാഫ് ലെമണും പിന്നെ ഒരു കുറച്ച് ഇഞ്ചി നീരും കുറച്ച് തേനും ആഡ് ചെയ്തിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് നല്ല രീതിയിൽ മിക്സ് ആയതിനു ശേഷം ഇത് നമുക്ക് എംപ്റ്റി സ്റ്റൊമക്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചതിന് ഒരു അരമണിക്കൂറിന് ശേഷമേ മറ്റ് ഭക്ഷണങ്ങൾ എന്തും നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. ഇത് നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ കുടിക്കുകയാണെങ്കിൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. വെയിറ്റ് നല്ല രീതിയിൽ കുറയുവാനും നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കുവാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. 1-2 ദിവസം കുടിച്ചെന്ന് വെച്ച് നമുക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടണമെന്നില്ല. നമ്മൾ ദിവസേന നമ്മൾ കുറച്ച് നാൾ നമ്മൾ കുടിക്കേണ്ടതാണ്. നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കും, മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കുവാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇതാണ്. രണ്ടാമത്തെ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മളൊരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു കറുവാപ്പട്ടയോ അല്ലെങ്കിൽ കറുവാപ്പട്ടയുടെ പൊടിയോ ഇട്ടിട്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും അതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യാം. ആ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് വെള്ളമാകുന്നോടം വരെ നമ്മൾ തിളപ്പിച്ചിട്ട് ഇത് തണുത്തതിന് ശേഷം നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് നമുക്ക് വെയിറ്റ് ലോസിന് വളരെയധികം നല്ലതാണ്. നമുക്ക് പീരിയഡ്സിന്റെ പല പ്രോബ്ലംസ്, ഇറഗുലർ ആയിട്ട് വരുന്ന പീരിയഡ്സ് ഒക്കെ നോർമൽ ആക്കുവാനും പല ഹോർമോണൽ പ്രോബ്ലംസിനും ഒക്കെ ഇത് വളരെ എഫക്റ്റീവ് ആണ്. വെയിറ്റ് ലോസിന് മാത്രമല്ല, ഇതിനും ഇത് വളരെ എഫക്റ്റീവ് ആണ്. ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ നമുക്ക് കുടിക്കാവുന്നതാണ്. മറ്റൊരു ഡ്രിങ്ക് ആണ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയും ഒരു ഹാഫ് ലെമൺ ജ്യൂസും നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് നമുക്ക് എഫക്റ്റീവ് ആണ്. അതുപോലെ തന്നെ 1 ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര സ്പൂണ് നമ്മുടെ ചുക്കുപൊടിയും പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ബ്ലാക്ക് ക്യുമിൻ സീഡ് നമ്മൾ കറുത്ത ജീരകവും നമ്മൾ ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് അരിച്ചിട്ട് നമുക്ക് കുടിക്കുന്നതും നല്ല റിസൾട്ട് നമുക്ക് നൽകുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ലെമണോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് തേനൊക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ചുകൂടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ്. മറ്റൊരു ഡ്രിങ്ക് ആണ് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡാർ വിനെഗർ ആഡ് ചെയ്തിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഹണിയും ഒരു ഹാഫ് ലെമണും കുടിക്കുന്നതും ഇതും എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നതും നമുക്ക് എഫക്റ്റീവ് ആണ്. മറ്റൊരു ഡ്രിങ്ക് ആണ് 1 ഗ്ലാസ് വാം വാട്ടറിൽ ഒരു കുറച്ച് നമ്മുടെ കറുവപ്പട്ടയുടെ പൊടിയും പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡാർ വിനെഗറും പിന്നെ കുറച്ച് ലെമണും കുറച്ച് ഹണിയും കൂടി ആഡ് ചെയ്ത് കുടിക്കുന്നതും നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു ഡ്രിങ്ക് ആണ് 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നതും നമുക്ക് പല ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നൽകുന്നതാണ്. നെയ്യിൽ ധാരാളമായിട്ട് ഗുഡ് കൊളസ്ട്രോൾ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിന് വളരെ ബെനിഫിഷ്യൽ ആണിത്. അത് കൂടാതെ തന്നെ നമ്മുടെ ഗ്യാസ്ട്രിക് സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുവാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഒക്കെ കൂട്ടുവാനും വെയിറ്റ് ലോസിനും സഹായിക്കുന്ന മറ്റൊരു ഡ്രിങ്ക് ആണ് 1 ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് ലെമൺ ജ്യൂസും 1 ടേബിൾ സ്പൂൺ തേനും ചേർത്ത് കുടിക്കുന്നതും നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുവാനും വെയിറ്റ് ലോസിനും നമുക്ക് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ ഡ്രിങ്ക്സ് ഒക്കെ നമ്മളൊരു 1-2 പ്രാവശ്യം മാത്രം കുടിച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. നമ്മൾ അതിനോടൊപ്പം നമുക്ക് എക്സസൈസ് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 വീക്സോ 1 മന്തോ കുടിക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ എക്സസൈസിനോടൊപ്പം ഈ ഒരു ഡ്രിങ്ക്സ് കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യാൻ കുറച്ച് മടിയുള്ളവരാണെങ്കിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ഹാഫ് ലെമണും ഒരു 1 ടേബിൾ സ്പൂൺ ഹണിയും ചേർത്തിട്ട് അങ്ങനെ കുടിച്ചാലും നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ്. ആദ്യം പറഞ്ഞ ഡ്രിങ്ക്സ് ആണ് നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ട് നമുക്ക് റിസൾട്ട് ലഭിക്കുന്നത്. സോ ഇതിൽ ഏതെങ്കിലും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും നമ്മുടെ ശരീരത്തിന് പറ്റുന്നതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രിങ്ക് നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ കുടിക്കുമ്പോൾ നമുക്കൊരു റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് ലഭിക്കുന്നതാണ്. എക്സസൈസ് ചെയ്തിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ടിപ്സ് ചെയ്തിട്ടും വണ്ണം കുറയുന്നില്ലെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് നമ്മുടെ തൈറോയ്ഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യുന്നത് നമുക്ക് വളരെ നല്ലതായിരിക്കും.
ഹൈപ്പോതൈറോയിഡ് എന്ന കണ്ടീഷനിൽ നമുക്ക് വെയിറ്റ് കൂടാനും PCOD പല ഹോർമോണൽ ഇംബാലൻസിന്റെ ഇഷ്യൂസിലൊക്കെ നമുക്ക് വെയിറ്റ് കൂടാൻ ചാൻസസ് ഉണ്ട്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഡ്രിങ്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഒന്ന് മാത്രം നിങ്ങൾ ട്രൈ ചെയ്യുക. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭിക്കുന്നതാണ്. അതിനോടൊപ്പം എക്സസൈസും ചെയ്യാൻ ആരും മറക്കരുത്. ധാരാളം വെള്ളവും കുടിക്കുക. സോ ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റേ ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.